നമസ്കാരം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യുവാനായി എത്തിച്ചേർന്ന അർജുനൻ താൻ യുദ്ധം ചെയ്യേണ്ടത് തൻ്റെ സഹപാഠികളോടും മാതുലന്മാരോടും പിതാമഹന്മാരോടും ആചാര്യന്മാരോടുമാണെന്നറിഞ്ഞ് അതീവ ദുഃഖത്താൽ അമ്പും വില്ലും താഴേക്കെറിഞ്ഞ് എന്നെക്കൊണ്ടിത് സാധ്യമല്ല ഭഗവാനെ, ഇപ്രകാരം സഹോദരങ്ങളെ വധിച്ചിട്ട് ലഭിക്കുന്ന രാജ്യഭാഗ്യം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷാദമഗ്നനായി തീർന്ന് തേർതട്ടിൽ തളർന്നിരുന്ന അർജുനന് ആത്മബലം വർദ്ധിപ്പിക്കുവാനുള്ള ആത്മജ്ഞാനമാണ് ഭഗവാൻ ആദ്യമേ നൽകുന്നത്. മനസ്സ് തളർന്നാൽ പരാജയപ്പെട്ടു പോകും. അതിനാൽ തന്നിലെ ആത്മശക്തിയെ ഉണർത്തുവാനുള്ള ആത്മജ്ഞാനം ഭഗവാൻ അർജുനനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ന ജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയാ അജോ നിത്യം ശാശ്വതോ അയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരെ. അല്ലയോ അർജുന, ആത്മാവിന് ജനനമില്ല, മരണമില്ല, ഉണ്ടായിട്ട് പിന്നെ ഇല്ലാതാവുക എന്നതുമില്ല. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് ജനനമില്ലാത്തവനും നിത്യനും എന്നെന്നുമുള്ളവനും പണ്ട് തന്നെ ഉള്ളവനുമാകുന്നു. അതിനാൽ ദേഹത്തെ നശിപ്പിച്ചാലും ആത്മാവിന് ഒരു കാലത്തും യാതൊരു വിധത്തിലും നാശം സംഭവിക്കുന്നതല്ല എന്ന മഹത്തായ ശക്തമായ ആത്മജ്ഞാനം ഭഗവാൻ നൽകുകയാണ്. ഈ പ്രകൃതി നിനക്ക് വിധിച്ചിരിക്കുന്ന കർമ്മം ചെയ്യുവാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്, ഒരു രഥമാണ്, ഒരു വാഹനമാണ് ഈ ശരീരം. നീ ശരീരമല്ല എന്ന അനശ്വരമായ സത്യം അർജുനനെ ഭഗവാൻ കേൾപ്പിക്കുകയാണ്. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. മനുഷ്യൻ എപ്രകാരമാണോ ജീർണ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങളെ ധരിക്കുന്നത്, അപ്രകാരം തന്നെയാണ് ആത്മാവ് ജീർണ ദേഹങ്ങളെ ഉപേക്ഷിച്ച് പുതിയവ ധരിക്കുന്നത്. പൂർവജന്മകൃതമനുസരിച്ച് ആത്മാവിന് പൂർത്തീകരിക്കേണ്ടതായ കർമ്മം ചെയ്തു തീർക്കുവാൻ പ്രകൃതി ദാനമായി തന്നിരിക്കുന്ന അഥവാ വാടകയ്ക്ക് തന്നിരിക്കുന്ന ഒരു രഥം അഥവാ വാഹനമാണ് ഈ ശരീരം. നാം ഏവരും തനിച്ചാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അതിനാൽ തനിച്ച് തന്നെയായിരിക്കും നമ്മുടെ മടക്കയാത്രയും. നാം ആരും ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഭൗതികമായ യാതൊരു വസ്തുക്കളും കൊണ്ടുവന്നിട്ടില്ല. അതിനാൽ തിരികെ പോകുമ്പോൾ ഇവിടെയുള്ള യാതൊന്നും കൊണ്ടുപോകുവാനും നമുക്ക് വിധിച്ചീടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചീടുമീ ദേഹമൊരിടത്ത്. ഈ ശരീരം പഞ്ചതത്വ നിർമ്മിതവും നശ്വരവുമാണ്. ശരീരത്തിന് കാലാവധി ഉണ്ട്. ആത്മാവിന് ഒരു കാലത്തും നാശമില്ല. ആത്മാവ് കാലത്തിന് അതീതമാണ്. ആത്മാവ് പഞ്ചതത്വ നിർമ്മിതമല്ല. കർമ്മക്ഷേത്രമാകുന്ന ഈ ഭൂമിയിൽ മനുഷ്യ ശരീരമാകുന്ന വേഷം ധരിച്ച് ജീവിതമാകുന്ന നാടകത്തിൽ അഭിനയം കാഴ്ചവെക്കുന്ന അഭിനേതാക്കൾ മാത്രമാണ് നാം ഓരോരുത്തരും. വീണ്ടും ഭഗവാൻ അർജുനനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ജൈനം ക്ലേദയന്ത്യാഭോ ന ശോഷയതി മാരുത. അല്ലയോ അർജുന, ആത്മാവിനെ ആയുധങ്ങൾ കൊണ്ട് മുറിക്കുവാൻ സാധ്യമല്ല, അഗ്നി കൊണ്ട് ദഹിപ്പിക്കുവാൻ സാധ്യമല്ല, ജലം കൊണ്ട് നനയ്ക്കുവാനോ കാറ്റുകൊണ്ട് ഉണക്കുവാനും സാധ്യമല്ല. എന്നെന്നും ആത്മാവ് നിലനിൽക്കുന്നു. അർജുന, എഴുന്നേൽക്കൂ, നിന്റെ കൂടെയുള്ളത് ഞാനാണ് എന്ന് ഭഗവാൻ അർജുനനെ ധരിപ്പിക്കുകയാണ്, അർജുനന് ശക്തി പകർന്നു നൽകുകയാണ്.